നമ്മൾ മീൻ വറക്കാനായിട്ടുള്ള ഇതാണ്. നമ്മൾ പച്ച കുരുമുളക് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഫിഷ് എന്നെ അരച്ച് പരത്തുന്നത്. അപ്പം നമ്മൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് നമ്മളിവിടെ എടുക്കുവാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് വലിയ പച്ചമുളകാണ്. ഇതിൻ്റെ ഒരു അര പച്ചമുളകും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ 2 ഇത്രയും വലിയ ഇഞ്ചി ആണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരയ്ക്കുന്നത് കുറച്ച് വാളംപുളിയാണ്. വാളംപുളിയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് മൊത്തത്തോടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്താണ് നമ്മൾ അരച്ച് പരത്താനുള്ള മസാല നമ്മൾ അരച്ചെടുക്കുന്നത്. പിന്നെ ഇത് ചേർക്കുമ്പം ഉപ്പും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇത്തിരി വിനാഗിരിയും കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ഇത് അരച്ച് പരത്തുന്നത്. അപ്പം ഞാനിതൊന്ന് റെഡിയാക്കി അരച്ചുകൊണ്ട് വരാം. നമ്മളിവിടെ അതിന് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, പച്ചക്കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, നമ്മൾ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടാണ് വാളംപുളിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരയ്ക്കുന്നത്. പിന്നെ നമ്മളിത് പരത്താൻ എടുക്കുമ്പോൾ ഇതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഗരം മസാലയും കൂടി ചേർത്താലേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 5-6 ചുവന്നുള്ളിയും എടുത്താൽ മതി. പച്ചക്കുരുമുളകിന് നല്ല എരിവുണ്ട്. നമ്മൾ ഇതിനകത്ത് വേറെ മുളക് പൊടിയോ അങ്ങനെ ഒരു സാധനവും ചേർക്കുന്നില്ല. കഴുകി റെഡിയാക്കി ഇത് അരച്ചോന്ന് വരാം. ഇത്രയും നമ്മൾ വാളംപുളിയും കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് ഒരു 2 സ്പൂൺ നമുക്ക് ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. കഴുകി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ പച്ചക്കുരുമുളക് അരച്ച് ഇതാണ്. അത് നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകണം. ആവശ്യത്തിനുള്ളത് നമ്മൾ ചേർത്താൽ മതി. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഇത്തിരി വിനാഗിരിയാണ്. ഒരു നുള്ള് ശകലം വിനാഗിരിയും കൂടെ നമുക്ക് ഒഴിക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂൺ 1.5 സ്പൂണോ 1/2 സ്പൂണോ അത് നിങ്ങൾക്ക് പാകത്തിന് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിന് ഒരു 2 സ്പൂണാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ വീതം ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂർ നമ്മൾ ഇത് വെക്കണം. ഇത് മുഴുവൻ ചേർക്കുവാണ്. ഇനി ഒരു ഇത്തിരി ഓയിലും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാനുണ്ട്. ഓയിലും കൂടി ചേർത്ത് നമുക്ക് ഒരു വെളിച്ചെണ്ണയാണ് ഞാൻ ഇത്തിരി ഓയിലും കൂടെ ഒഴിച്ച് നമുക്കൊരു അരമണിക്കൂർ ഈ ഉപ്പും പുളിയും പിന്നെ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി ഉപ്പും കൂടി ഞാൻ ചേർത്ത് നമുക്കിത് അരമണിക്കൂറൊന്ന് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം. അരമണിക്കൂർ വെച്ച് അതിന് ഉപ്പും പുളിയെല്ലാം ഒത്തിരി പിടിക്കും. ഞാൻ ചോറ് അടുപ്പ് ഗ്യാസിൽ ഇട്ടിരിക്കുവാണ്. കാണാമോ? ഇപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു കുറച്ച് ഓയിൽ മതി. ഓയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് ഇടാനുണ്ട്. ഇട്ടിട്ടാണ്
നമ്മൾ മീൻ പിടിക്കുന്നത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കറിവേപ്പിലയ്ക്കകത്ത് തന്നെയാണ് വെള്ളം ഉണ്ടാക്കുന്നത്. നമുക്ക് മീൻ നമുക്ക് ഇടാം. അപ്പം നല്ല ഉപ്പും പുളിയും എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ കുരുമുളകും ഒരു അര പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താണ് നമ്മൾ ഇത് അരച്ചിരിക്കുന്നത്. ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരിക്കലും കൂട്ടി നമ്മുടെ കുരുമുളക് അരച്ച് മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. കുരുമുളക് മാത്രം, കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചുവന്നുള്ളിയും കുറച്ച് നമ്മുടെ വാളംപുളിയും എല്ലാം ചേർത്ത് അരയ്ക്കണം. ഉപ്പും കൂടെ ചേർത്ത് അരച്ച് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇത്തിരി വിനാഗിരിയും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത്രയുമേ ആക്കുന്നുള്ളൂ. ഞാൻ ഒരു 60% ഞാനിത് ഏകദേശം നമ്മുടെ മീൻ ഇവിടെ ഫിഷ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നിടം വരെയും പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ സൈഡിലുള്ള ഓൾ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. അപ്പം അന്നേരേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.